നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്റർ 3 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ പറയുന്ന വേറെ പേരുകളാണ് മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, കട്ട് ഓഫ് റേറ്റ്, ഹർഡിൽ റേറ്റ് എന്നൊക്കെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ്സ് നമുക്ക് നോക്കാം. ഫേംസ് പോയിന്റ് ഓഫ് വ്യൂവിലും ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിലും എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫേംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഇൻക്യൂർഡ് ബൈ ഇറ്റ് ഓർ കോസ്റ്റ് ഓഫ് ഒബ്റ്റൈനിങ് ഫണ്ട്സ്. അതായത് നമുക്കൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ എന്ത് വേണം? ക്യാപിറ്റൽ വേണം. അപ്പോൾ ആ ക്യാപിറ്റൽ കളക്ട് ചെയ്യാനായിട്ട് കുറേ സോഴ്സസുകളുണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് വരുന്നുണ്ട്. ആ സോഴ്സ് എന്ന് പറയുന്നത് ഡിബെഞ്ചേഴ്സ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, റീറ്റേൺ ഏർണിങ്സ് ഉണ്ട്. അപ്പോൾ ആ കോസ്റ്റിന്, അതായത് നമ്മളിപ്പോൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം? ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണം. ദെൻ നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം? ഡിവിഡൻഡ് കൊടുത്തിരിക്കണം. അപ്പോൾ അതിനെയാണ് ആ കോസ്റ്റ് ഇൻക്യൂർഡ് ബൈ ഇറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഒബ്റ്റൈനിങ് ഫണ്ട്സ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഫ്രം ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ ഒരു ഫേമിൻ്റെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളത്, ദാറ്റ് ഈസ് ദി റിട്ടേൺസ് എക്സ്പെക്റ്റഡ് ബൈ ദം. അതാണ് ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിലെ മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ കട്ട് ഓഫ് റേറ്റ്, ഹർഡിൽ റേറ്റ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രം കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലും ഉണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിൽ. അതേപോലെ തന്നെ സോഴ്സസ് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഈ സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. അതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക്. നിങ്ങളുടെ ഈ ചാപ്റ്റർ ഫുള്ള് കവർ ചെയ്യണത് ഇതാണ്, സോഴ്സ് ഓഫ് ഫിനാൻസ് ഓർ ക്യാപിറ്റൽ. ഇപ്പോൾ മെയിനായിട്ട് വരുന്ന സോഴ്സസ് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്കൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഓപ്പറേഷൻസൊക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഏറ്റവും അത്യാവശ്യമാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാപിറ്റൽ അവർക്ക് കളക്ട് ചെയ്യാവുന്ന സോഴ്സുകൾ എന്ന് പറയുന്നതാണ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് കളക്ട് ചെയ്യാം, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് കളക്ട് ചെയ്യാം, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് കളക്ട് ചെയ്യാം, ദെൻ റീറ്റേൺഡ് ഏർണിങ്സ് വെച്ചിട്ടും അവർക്ക് അവരുടെ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ട് പോകാം. അപ്പോൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് കളക്ട് ചെയ്യണമെങ്കിൽ അതിനെ പറയുന്നതാണ് ഡിബെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി വരുന്ന കോസ്റ്റാണ് ഇതെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യണതാണ് KD, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. അതെന്താണ്? ഒരു സ്പെസിഫിക് കോസ്റ്റാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ അതിന് വേണ്ടി വരുന്ന കോസ്റ്റ് അതിനെ പറയുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും എന്താണ്? ഒരു സ്പെസിഫിക് കോസ്റ്റ് ആണ്. ദെൻ ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് കളക്ട് ചെയ്യണമെങ്കിൽ അതിനെ പറയുന്നതാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നമ്മളത് ഡിനോട്ട് ചെയ്യണം, അതിൻ്റെ കോസ്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, KE ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യണത്. ദെൻ അതും എന്താണ്? ഒരു സ്പെസിഫിക് കോസ്റ്റ് ആണ്. ദെൻ റീറ്റേൺഡ് ഏർണിങ്സ്, അപ്പോൾ അതിന് വേണ്ടി വരുന്ന കോസ്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് KR, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സ്. അതും എന്താണ്? ഒരു സ്പെസിഫിക് കോസ്റ്റ് ആണ്. അപ്പോൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടാണെങ്കിൽ അതിന് നമ്മൾ ആ കോസ്റ്റിനെ പറയുന്നതാണ് KD, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണെങ്കിൽ ആ കോസ്റ്റിനെ പറയുന്നതാണ് KP, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റാണ് KE, റീറ്റേൺ ഏർണിങ്സ് ഇഷ്യൂ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കോസ്റ്റ് പറയുന്നതാണ് KR. അപ്പോൾ ഈ മെയിനായിട്ടും ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ ഈ 4 സോഴ്സസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ഈ ചാപ്റ്ററിൽ ഫുള്ള് നോക്കുമ്പോൾ ഈ 4 സോഴ്സസ് ആണ് മെയിനായിട്ടും വരുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. അതായത് KD. നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉണ്ട്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഉണ്ട്, ദെൻ കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സ്. അപ്പോൾ ഇതാണ് മെയിനായിട്ടും ഈ 4 പ്രോബ്ലംസ് ആണ് നമുക്കുള്ളത്. ഈ 4 ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് പ്രോബ്ലംസ് നമുക്കുള്ളത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കമ്പ്യൂട്ടേഷനിലെ ഈ 4 കോസ്റ്റാണ് മെയിനായിട്ട് വരുന്നത്. ഈ 4 കോസ്റ്റും എന്താണ്? സ്പെസിഫിക് കോസ്റ്റാണ്. സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയാൻ കാരണം ഓരോന്നിനും ചിലത് ചീപ്പസ്റ്റ് ആണ്, ചിലത് നമുക്ക് ഹൈ കോസ്റ്റ്ലി ആണ്, അങ്ങനെയൊക്കെ വരുന്നതാണ്. അതിൻ്റെ ബേസിലാണ് നമ്മളതിനെ സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റീറ്റേൺഡ് ഏർണിങ്സ് ആണ്. എന്താണ് ഈ റീറ്റേൺഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്? നമ്മുടെ ഫേമിന് പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഫേമിൽ തന്നെ നമ്മൾ റിട്ടേൺ ചെയ്യും. അത് ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ റീറ്റേൺഡ് ഏർണിങ്സ് യൂസ്
യൂസ് ചെയ്യും. അപ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. ഏത് ഫേം ആണെങ്കിലും ഫസ്റ്റ് ഫണ്ട് കളക്ട് ചെയ്യണത് ഫണ്ടിനായിട്ട് യൂസ് ചെയ്യുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. അതാണ് ചീപ്പസ്റ്റ് സോഴ്സ്. ദെൻ നെക്സ്റ്റ് ചീപ്പസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ചീപ്പസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് കളക്ട് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് വൺ വരുന്നതാണ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് കളക്ട് ചെയ്യുക. കാരണം ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആരാണ്? ഫേമിൻ്റെ ഓണേഴ്സ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്ക് വോട്ടിംഗ് റൈറ്റും അതേ പോകുന്നുണ്ട്. അതേപോലെ തന്നെ അവർ കമ്പനിയുടെ ഓണറായിട്ടും മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലാസ്റ്റ് സോഴ്സായിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഈ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, ഈ 3 സ്പെസിഫിക് കോസ്റ്റുകൾ, അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സ്പെസിഫിക് കോസ്റ്റുകൾ കൂടി ചേർന്നതാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. എന്താണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്? അത് നമ്മൾ പുറത്തേക്ക് നമുക്ക് കൊടുക്കാനുള്ളതാണ്. ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് ആ എമൗണ്ട് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അതൊരു ലൈബിലിറ്റിയാണ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും കൊടുത്തിരിക്കണം. അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് കൊടുക്കണം. പ്രിഫറൻസ് ഷെയർസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവർക്ക് ഡിവിഡൻഡ് കൊടുക്കണം. അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയർസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് കൊടുത്തിരിക്കണം? നമ്മൾ പ്രോഫിറ്റിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് അവർക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കണം. അപ്പോൾ ഈ 3 കൂടി ചേർന്ന് അതിനെ പറയുന്നതാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് പുറത്തേക്ക് കൊടുക്കേണ്ടതാണ്. ദെൻ കോസ്റ്റ് ഓഫ് റിട്ടേൺസിന് നമ്മൾ പറയുന്നതാണ്, റിട്ടേൺ ഏർണിങ്സിന് നമ്മൾ പറയുന്നതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് പുറത്തേക്ക് കൊടുക്കേണ്ട, അത് ഫേമിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അതിനെയാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കോസ്റ്റുകൾ, അതായത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റും കൂടി ചേർന്ന് വരുന്നതാണ് കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റും എന്ന് പറയുമ്പോൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റിൽ എന്തൊക്കെ വന്നു? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് വന്നു, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് വന്നു, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വന്നു. അപ്പോൾ ഈ 3 ഏതിൽ വരുന്നതാണ്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റിൽ. ദെൻ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് റിട്ടേൺഡ് ഏർണിങ്സ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ മെയിനായിട്ടും ഈ 4 കോസ്റ്റുകളാണ് വരുന്നത്. അതായത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് റിട്ടേൺഡ് ഏർണിങ്സ്. അപ്പോൾ ഈ 4 കോസ്റ്റിനും കൂടി ചേർന്ന് നമ്മൾ പറയുന്നതാണ് കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് KO. ദെൻ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് KW. അപ്പോൾ ഈ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് പ്ലസ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് രണ്ടും കൂടി ചേർന്നതാണ് ഏത് എന്ന് പറയുന്നത്? കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ 3 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട് ഈ 4 കോസ്റ്റുകളാണ്. ഈ 4 കോസ്റ്റുകളും അത് ചേർന്നിട്ടുള്ള കമ്പൈൻഡ് കോസ്റ്റ് അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ്, ഇതാണ് നമുക്ക് മെയിനായിട്ടും ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ പ്രോബ്ലംസ് ആണ് അതിൽ വരുന്നത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് 2 തരത്തിലുണ്ട്. കോസ്റ്റ് ഓഫ് ഇറിഡീമബിൾ ഡെപ്റ്റും കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതേപോലെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ നമുക്ക് പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സിൻ്റെ പ്രോബ്ലംസും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻട്രഡക്ഷനാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് ഡീപ്പായിട്ട് നോക്കാം എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ചാപ്റ്റർ 3 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിക്കൊണ്ട് പോകാൻ എന്ത് ആവശ്യമാണ്? ക്യാപിറ്റൽ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാപിറ്റലിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് അതിന് കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റിനെ പറയുന്നതാണ് എന്ത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട്സ്. അതായത് ഫണ്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ആൾക്കാരുടെ ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ. ജോൺ ജെ ഹാംപ്ടൺ, അതേപോലെ തന്നെ സോളമൻ എസ്ര, ദെൻ സ്പെൻസറുടെ ഒക്കെ ഡെഫിനേഷൻസ് അതിൽ പറയുന്നുണ്ട്. മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അതേപോലെ തന്നെ അതിൽ പറയുന്നുണ്ട് കട്ട് ഓഫ് റേറ്റ്, ഇതൊക്കെ നോക്കുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ പറയുന്ന പേരുകളാണ്. ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫേംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലുണ്ട്, ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലുണ്ട്. ഫേംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്ന് വെച്ചെങ്കിൽ അല്ലെങ്കിൽ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഇൻഗേർഡ് ബൈ ഇറ്റ്. അവർക്ക് വരുന്ന കോസ്റ്റ്, ക്യാപിറ്റൽ കളക്ട് ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന കോസ്റ്റ്, ക്യാപിറ്റൽ കളക്ട് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റുകളാണ് ഇൻട്രസ്റ്റ് കൊടുക്കണം, ഡിവിഡൻഡ് കൊടുക്കണം എന്നുള്ളത്. അതാണ് അവരുടെ ഫേംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നത്. ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്
പറയുന്നതാണ്. ഇറ്റ് ഈസ് ദി റിട്ടേൺസ് എക്സ്പെക്റ്റഡ് ബൈ ദം, അവർ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ അതാണ് ഇതെന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു കമ്പനിക്ക് ഫണ്ട് കൊടുക്കുന്ന സമയത്ത് അവർ അതിൽ നിന്നും ഒരു റിട്ടേൺ, എല്ലാവരും ഒരു റിട്ടേൺ അതിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കിയത് നേരത്തെ ഇൻട്രൊഡക്ഷനിൽ. നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. ഇറ്റ് ഈസ് നോട്ട് എ കോസ്റ്റ്, അതൊരു കോസ്റ്റ് അല്ല. എന്തുകൊണ്ടാണ് അതിനെ പറയുന്നത്? ഒരു റിട്ടേൺ കൂടിയാണ്. നമ്മൾ ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ ആണ്. കമ്പനിയും അതുപോലെ തന്നെ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് വേണം അവർക്ക് ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും കൊടുക്കാനായിട്ട്. അതുകൊണ്ട് അതൊരു ഹാർഡിൽ റേറ്റ് ആണ്. ദെൻ ഇറ്റ് ഈസ് ദി മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ റിക്വസ്റ്റ് ടു ഏൺ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ഇറ്റ്സ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി റിവാർഡ് ഫോർ ബിസിനസ് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്. കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിസിനസ് റിസ്ക് എന്ന് പറയുന്നതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മീറ്റ് ചെയ്യാനായിട്ട് ഫേമിന് പറ്റുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പറേറ്റിംഗ് ലിവറേജിൽ അത് ഫിക്സഡ് കോസ്റ്റ് ആണ്. അതായത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് ആയിട്ട് വരുന്ന റെൻറ്റ്, സാലറി, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ബിസിനസ് റിസ്കിൽ വരുന്നതാണ്. ഫിനാൻഷ്യൽ റിസ്ക് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ കേസിൽ ഫിനാൻഷ്യൽ റിസ്ക് ആണ്. ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ കേസിൽ ഓപ്പറേറ്റിംഗ് റിസ്ക് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് റിസ്ക്, ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റിസ്ക്. ദെൻ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ കേസിൽ ഫിനാൻഷ്യൽ റിസ്ക് ആയിട്ട് വരുന്നത് ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ബിസിനസ് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 എലമെന്റ്സ്. മെയിനായിട്ട് 3 എലമെന്റ്സ് ആണ് അതിൽ വരുന്നത്. റിസ്ക്ലെസ് കോസ്റ്റ്, അതേപോലെ തന്നെ ബിസിനസ് റിസ്ക് പ്രീമിയം, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ റിസ്ക് പ്രീമിയം. അങ്ങനെ 3 എലമെന്റ്സ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് അസംഷൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ കോസ്റ്റ് എന്തായിരിക്കാം? എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് നമ്മൾ പുറത്തേക്ക് കൊടുക്കാനുള്ളതാണ്. ഇൻട്രസ്റ്റ് ആയിട്ടും ഡിവിഡൻ്റ് ആയിട്ടും നമുക്ക് കൊടുക്കാനുണ്ട്. അത് വരുന്നതാണ് കോസ്റ്റ് ഓഫ് ഡിബെഞ്ചേഴ്സ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. നെക്സ്റ്റ് വരുന്നതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീറ്റെയിൻഡ് ഏണിങ്സ്, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏണിങ്സിനെ പറയുന്നതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് അസംഷൻസ് ആയിട്ട് പറയുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് ചേഞ്ച്. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ദി ഡെപ്റ്റ് ഓർ മിക്സ് ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. അതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളൊരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കണം നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ടത്. ദെൻ തേർഡ് വൺ ആയിട്ട് പറയുന്നതാണ് കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഡിറ്റർമിൻഡ് ഓൺ ആൻ ആഫ്റ്റർ ടാക്സ് ബേസിസ്. ആഫ്റ്റർ ടാക്സ് ബേസിസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏണിങ്സ് ആഫ്റ്റർ ടാക്സ്, EAT, അങ്ങനെയാണ് നമുക്ക് കിട്ടണത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് കോസ്റ്റ്, ഓരോ സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെയും കോസ്റ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ ഫോർത്ത് എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് റിസ്ക് ആർ അൺഅഫക്റ്റഡ് ബൈ ദി ആക്സെപ്റ്റൻസ് ആൻഡ് ഫിനാൻസിങ് പ്രൊജക്ട്സ്. ഇപ്പോൾ ഇതിൽ അൺഅഫക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രൊജക്റ്റ് നമ്മൾ ഫിനാൻസ് ചെയ്യുന്ന സമയത്ത് അതിലെ ഫിനാൻഷ്യൽ റിസ്ക്കും ബിസിനസ് റിസ്ക്കും അൺഅഫക്റ്റഡ് ആണ്. ഇത്രയുമാണ് അതിൻ്റെ എസംഷൻസ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നതാണ് യൂസ്ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതായത് ലോങ് ടേം ഡിസിഷൻസ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ദെൻ ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിൽ യൂസ്ഫുൾ ഫാക്ടറാണ്. ദെൻ ഡിസൈഡിങ് ദി മെത്തേഡ് ഓഫ് ഫിനാൻസ്. ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഉള്ളത് എന്നുള്ളത്, ഏറ്റവും ചീപ്പസ്റ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ്, ദറ്റ് ഈസ് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ദെൻ എക്സ്പാൻഷൻ പ്രൊജക്റ്റൊക്കെ എക്സ്പാൻഷൻ ചെയ്യാൻ, അതായത് കമ്പാരിസൺ നടത്തിയിട്ടൊക്കെ കോസ്റ്റ് ക്യാപിറ്റലും അതിൻ്റെ റിട്ടേണും തമ്മിൽ കമ്പാരിസൺ നടത്തിയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻസ് എടുക്കാനായിട്ട്, അതായത് ആ പ്രൊജക്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ. റിട്ടേൺ കൂടുതൽ കിട്ടുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യും, അല്ലാച്ചെങ്കിൽ നമ്മൾ അത് റിജക്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ഇത് ഇവാലുവേഷൻ നടത്താനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ദെൻ ഒപ്റ്റിമം മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമുക്ക് റിസോഴ്സസ് ഒക്കെ നമുക്ക് ഒപ്റ്റിമം മൊബിലൈസ് ചെയ്യാനായിട്ട് ഏത് ഹെൽപ്ഫുള്ളാണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹെൽപ്ഫുള്ളാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അതർ യൂസസ്. അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കേസിൽ, ഡിവിഡൻഡ് കൊടുക്കുന്ന കേസിലും റിട്ടേൺ ഏർണിങ്സിൻ്റെ കേസിൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ആ കേസിലൊക്കെ വളരെയധികം യൂസ്ഫുള്ളാണ്.
നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ നേരത്തെ നോക്കിയ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഫസ്റ്റ് വൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മളത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുള്ള കോസ്റ്റിനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ദാറ്റ് ഈസ് ഓൾറെഡി ബീൻ ഇൻകെയ്ഡ്. നമ്മൾ പാസ്റ്റ് ഡാറ്റയുടെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുള്ള കോസ്റ്റാണ്. ഇനി നമുക്ക് അതിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, കൊടുത്തത് കഴിഞ്ഞത് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ് ഫ്യൂച്ചർ കോസ്റ്റ്. അത് എക്സ്പെക്റ്റഡ് കോസ്റ്റാണ്. ഇനി വരാൻ പോകുന്ന കോസ്റ്റാണ് ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സ്പെസിഫിക് കോസ്റ്റ് ആൻഡ് കോമ്പോസിറ്റ് കോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏണിങ്സ് എല്ലാം ഒരു സ്പെസിഫിക് കോസ്റ്റുകളാണ്. പറയാനുള്ള കാരണം ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്, റിട്ടേണും ഉണ്ട്. അതിനെയാണ് സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് എ സ്പെസിഫിക് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഡിബെഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ അതൊക്കെ എന്താണ് കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏണിങ്സ് ഒക്കെ എന്താണ് ഒരു സ്പെസിഫിക് കോസ്റ്റുകളാണ്. കോമ്പോസിറ്റ് കോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി ചേർന്നത്, അതായത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റും എല്ലാം കൂടി ചേർന്ന് തന്നെ പറയുന്നതാണ് കോമ്പോസിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കോമ്പോസിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ കമ്പൈൻഡ് കോസ്റ്റ് എന്നൊക്കെയാണ് നമ്മളതിനെ പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പൈൻഡ് കോസ്റ്റ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് KO. ഓവറോളത്തെ O ആണ് KO, വെയ്റ്റഡിലിറ്റിയാണ് KW, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നെക്സ്റ്റ് വരുന്നതാണ് ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. എന്തായിരിക്കും ഈ ആവറേജ് കോസ്റ്റ്? ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെ കൂടെ വെയിറ്റ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. അതിൻ്റെ ബേസിലാണ് നമ്മളത് കാണുന്നത്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഓരോ അഡീഷണൽ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്തോറും വരുന്നതിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് എക്സ്ട്രാ ₹1 ഓഫ് ഫിനാൻസ്. അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ നമ്മളൊരു റുപ്പി നമ്മൾ ഫിനാൻസ് ചെയ്യുകയാണെങ്കിൽ അതിന് വരുന്ന അഡീഷണൽ കോസ്റ്റിനെ പറയുന്നതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഡിസ്കൗണ്ട് റേറ്റ് വിച്ച് ഈക്വൽസ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് വിത്ത് ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഇതിനെ നമ്മൾ പറയുന്നത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് വിച്ച് എ ഫേം പേസ് ഫോർ പ്രൊക്യൂറിംഗ് ദി ഫിനാൻസ്. ഫിനാൻസ് കളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫണ്ട് കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ്, അതായത് ഇൻട്രസ്റ്റ് കൊടുക്കുക, ഡിവിഡൻഡ് കൊടുക്കുക, അതൊക്കെയാണ് ഇത് വരുന്നത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആയിട്ട് പറയുന്നതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അത് കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏണിങ്സ് തന്നെയാണ്. അത് നമ്മൾ ഓൾട്ടർനേറ്റീവ്, അതായത് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡിവിഡൻഡ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ ഫേമിൽ തന്നെ നമ്മൾ നിലനിർത്തും. അതിനെ പറയുന്നതാണ് റിട്ടേൺ ഏണിങ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓരോ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റുകൾ ഉണ്ടായിരിക്കും, അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഡിഫറെൻറ്റ് പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്, ചില ഓൾട്ടർനേറ്റീവ് പ്രൊജക്ട്സ് ഏതാണ് നമ്മൾ അതിനെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ വരുന്നതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അത് നമ്മൾ ഫ്യൂച്ചർ എക്സ്പാൻഷനൊക്കെ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിനെ പറയുന്ന വേറൊരു പേരും കൂടിയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നും കൂടി നമ്മളതിനെ പറയുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നും കൂടി അതിനെ പറയുന്നുണ്ട്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ വരുന്നതാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. പക്ഷേ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്താണ്? ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫണ്ട് യൂസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണെങ്കിൽ ഫണ്ട് കളക്ട് ചെയ്യുമ്പോൾ വരുന്നത്, ക്യാപിറ്റലിൽ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കണം, ഡിവിഡൻഡ് കൊടുക്കുക, അതാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. പക്ഷേ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫണ്ട് യൂസ് ചെയ്യുകയാണ്. നമ്മൾ ആ റിട്ടേൺ ഏണിങ്സ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? പുതിയൊരു പ്രൊജക്റ്റിൽ നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വരുന്ന കോസ്റ്റാണ് ഇത് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഫണ്ട് കളക്ട് ചെയ്യുമ്പോൾ വരുന്ന അല്ലെങ്കിൽ പ്രൊക്യൂർ അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റും, അതേപോലെ തന്നെ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫണ്ട് യൂസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റുമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.